ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദ വെരി ഫേമസ് ലെമൺ ചിക്കൻ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. എനിക്കറിയില്ല എത്ര പേര് ഇത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത്, ഇല്ലെങ്കിൽ എത്ര പേര് ഇത് ട്രൈ ചെയ്യും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു 100% ഗ്യാരണ്ടി ഞാൻ നിങ്ങൾക്ക് തരാം. ലൈക്ക് ഇത് നിങ്ങളുടെ വീട്ടിൽ സൂപ്പർ ഹിറ്റ് ആയിരിക്കും. നിങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിട്ട് ഇത് മാറും. ലെമൺ ചിക്കൻ 2 വിധത്തിൽ ഉണ്ടാക്കാം. നോൺ ഗ്രേവി ആയിട്ടും ഉണ്ടാക്കാം, ക്രീമി ആയിട്ടും ഉണ്ടാക്കാം. ഇന്ന് കാണാൻ പോകുന്നത് ക്രീമി ആയിട്ടുള്ള സ്റ്റൈലിലാണ്. എന്തായാലും ഒന്ന് നമ്മുടെ രീതിയിൽ നിന്ന് ഒന്ന് മാറ്റിയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ആൻഡ് അവർക്ക് എന്തായാലും ഇഷ്ടമാവും. വരൂ, നമുക്ക് കാണാം ക്രീമി ലെമൺ ചിക്കൻ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. പ്രിഫറബിളി ചിക്കൻ ബ്രസ്റ്റിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. ഇതിലേക്ക് ഉപ്പ്, കുരുമുളക്, അതേമാതിരി തന്നെ ഗാർലിക്കിൻ്റെ പൊടി. നിങ്ങൾക്ക് വെളുത്തുള്ളി നന്നായിട്ട് അരച്ചിട്ട് വേണമെങ്കിലും ഇതിലേക്ക് ഇടാട്ടുള്ളൂ. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ ഒന്ന് വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് സിമ്പിളായിട്ടുള്ള മൈദാപ്പൊടിയിൽ അപ്പുറവും ഇപ്പുറവും ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ കോട്ടിങ് ഒന്നും വേണ്ട. എന്നിട്ട് എണ്ണയിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിത് 2 സ്റ്റേജായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഹാഫ് ഫ്രൈ ചെയ്തെടുക്കും. അപ്പുറവും ഇപ്പുറവും ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ മതി. ഇതിൻ്റെ കംപ്ലീറ്റ് കുക്കിങ്ങും കഴിയാൻ പോകുന്നത് നമ്മൾ ക്രീമി സോസ് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും ഫ്ലോറിൽ ഞാൻ ഡസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചു കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡും കൂടിയിട്ട് നല്ല പോലെ ബ്രൗൺ ആവട്ടെ. അത് കഴിഞ്ഞതോട് കൂടിയിട്ട് നമുക്ക് ഇതിനെ എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ ചിക്കനും ഇതേപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ലെമൺ ചിക്കന് വലിയ ലെമണാണ് യൂസ് ചെയ്യുന്നത്, ചെറിയ നാരങ്ങയല്ല. ഇതേ എണ്ണയിലേക്ക് നമ്മൾ എല്ലാ ചിക്കനും വറുത്ത് കഴിഞ്ഞതിന് ശേഷം നാരങ്ങ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അതിലിടുന്നതോട് കൂടിയിട്ട് നാരങ്ങയുടെ ജ്യൂസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ആ എണ്ണയിലേക്ക് വരും. എന്നിട്ട് ഇതുപോലെ നാരങ്ങ വറുത്തിട്ട് അതും കൂടി എടുത്ത് വയ്ക്കുക. ഇനി ആ എണ്ണയും വെള്ളവും കൂടിയിട്ടുള്ളതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നു. ഇനി വേണ്ട നിങ്ങൾക്ക് എന്തൊക്കെ ഡ്രസ്സിങ് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നോ ഡ്രൈ ആയിട്ട് എല്ലാം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഗാർലിക്ക്, തൈം, റോസ്മേരി, അതേമാതിരി തന്നെ ഉപ്പ്, ഇതെല്ലാം കൂടിയിട്ട് ക്രഷ്ഡ് റെഡ് ചില്ലി എല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ കുക്കിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല പോലെ ഒഴിച്ചിട്ട് നല്ല ഇതേപോലുള്ള ഒരു ഗ്രേവിയാക്കി എടുക്കുക. ഇത് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ബ്രസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഈ ചിക്കൻ ബ്രസ്റ്റ് എല്ലാം തന്നെ ആ ക്രീമിൽ കിടന്ന് നല്ല പോലെ ആ ഗ്രേവിയിൽ കുക്കാവട്ടെ. ഒരു 10 മിനിറ്റ് എന്തായാലും എടുക്കും. ആ 10 മിനിറ്റ് കഴിയുന്ന സമയത്ത്, അതായത് അത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ലേശം മാഗിയുടെ ക്യൂബ് ഉണ്ടല്ലോ, ചിക്കൻ ക്യൂബ്, അത് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് ഇതൊന്ന് കുറുകിയെന്ന് കാണുന്ന സമയത്ത് ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഓക്കെ, നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുകളിൽ ആ ചിക്കൻ്റെ സോസ് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള കുറുകിയിട്ടുള്ള ചിക്കൻ സോസിലേക്ക് അര നാരങ്ങ അതിൻ്റെ നീര് ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഗ്യാസ് അങ്ങോട്ട് ഓഫാക്കുക. നമ്മുടെ ക്രീമി ലെമൺ സോസ് റെഡി ആയിരിക്കുകയാണ്. ഇനി ഒരു പ്ലേറ്റ് വയ്ക്കുക. എന്നിട്ട് 2 ചിക്കൻ്റെ ബ്രസ്റ്റ് നമ്മൾ വെക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ സൈഡിൽ ക്രീമി മാഷ് പൊട്ടാറ്റോസ് ആണ് സെർവ് ചെയ്യുന്നത്. അതും കൂടി ഇതിൽ കൂടെ വരുന്ന സമയത്ത് നല്ല കോമ്പിനേഷനാണ്. ക്രീമി ആയിട്ടുള്ള മാഷ് പൊട്ടാറ്റോ. ഇതിൻ്റെ മുകളിൽ ഞാൻ ഡിൽ ലീവ്സ് ആണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇടുന്നത്. ഡിൽ ലീവ്സ് ഡെക്കറേഷനെന്ന് മാത്രമല്ല കേട്ടോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാഷ് പൊട്ടാറ്റോൻ്റെ കൂടെ കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റിയാണ്. ഇനി നമ്മൾ ബാക്കി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ സോസ് ഉണ്ടല്ലോ, നാരങ്ങ ഒഴിച്ചിട്ടുള്ള സോസ്, ആ സോസ് ഇതിൻ്റെ മുകളിലേക്ക് നല്ല പോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടി ഒഴിച്ചു കൊടുക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ക്രീമി ലെമൺ ചിക്കൻ എന്ന് പറയുന്നത് റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ എന്തായാലും വീട്ടിൽ നിങ്ങളുടെ കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവർക്കും അത് ഇഷ്ടമാവും. ബിക്കോസ് ഇത് വളരെ ആ ഒരു ടേസ്റ്റ് വളരെ എൻഹാൻസ് ചെയ്യുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോളൂ.